എടാ അളിയ പുതിയ പയ്യൻ അവനെ റാഗി അതിന്റെ മോനെ നില്ലടാ ആ നായിന്റെ കാസ്റ്റിലോണ്ട് വെടിച്ചല്ലോ അവനെ അളിയുടെ മനസ്സിൽ ആലോചിച്ച കാര്യം ആളെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾക്ക് സിറ്റിയിൽ ഓപ്ഷൻ വരുവാണ്. അപ്പൊ മറ്റേ നാരദൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 75 കോടി തരാനുണ്ട് അളിയാ. അവനെ തൂക്കണം. നാരദൻ തെണ്ടി അവൻ കേറിയില്ല സിറ്റി. അവന്റെ കാലിനടിച്ച് 75 കോടി അളിയാ. അപ്പൊ ഇന്ന് കുറച്ച് കാശ് സംഘടിപ്പിക്കണം, കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ എത്ര ഒരു കാര്യം ഒരു സീരിയസ് മാറ്റർ 2 ദിവസം പറയാൻ വേണ്ടി നടക്കുവായിരുന്നു. എന്താ ഭയങ്കര സീരിയസാ. പറ കാര്യം പറ. ഇതെങ്ങനെയാണ് അളി ഞാനേ ഇത് ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. അളി ആ കടൽത്തീരത്തേക്ക് നോക്കും. ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമോ? കടൽത്തീരത്ത് പോണോ? ഇല്ല അളി ആരില്ലാത്ത സ്ഥലത്ത് പോണോ? ഇവിടെ കാണാൻ പറ്റില്ല. ആരെങ്കിലും ഗ്യാങ് നോക്കി ആ 2 പാറയുടെ ഇടയിലേക്ക് പോകും. അളി അതൊന്നും അല്ല. ഇത് വലിയ നമ്മള് ഇവിടെ പറ എന്താ? ഞങ്ങള് ചുമ്മാ കറങ്ങി കിടക്കോ. എന്തിനാണ് വിളിക്കാം? ഓക്കെ ചന്ദ്ര കളിയൊരു കാര്യം മനസ്സിലിങ്ങനെ ആലോചിച്ചില്ലിരുന്ന എന്ത് മറ്റേ കൺസ്യൂമെന്റ് അന്ന് അല്ലെ? അത് കഴിഞ്ഞിട്ട് കൺസ്യൂമെന്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾ ആച്ചരിമോനെ കൂടി മറ്റേ വീടിന്റെ മേളിൽ സംസാരിച്ചപ്പോ ഞാൻ വീണ് മരിച്ചില്ലിരുന്ന. അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോ അളിനെ കണ്ടില്ലല്ലോ. അളി കാശിക്ക് പോയില്ലേ അവന്റെ കൂടെ? അത് കഴിഞ്ഞിട്ട് 2 ദിവസം എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. അളി ഓർമ്മ വന്നപ്പോഴേ അപ്പോഴേ എനിക്ക് ഓർമ്മ വന്നേ. അളിയുടെ മനസ്സിൽ ആലോചിച്ച കാര്യം അത് തന്നെ. പണ്ടിക്കർ ഞാൻ മറന്നുപോയി. ഇത് ഫുള്ളായി. ഇനിയൊരു 10 കൂടെ ഉണ്ട്. ഇനി 10 കൂടെ ഉണ്ടാ? 10 കൂടെ ഉണ്ട്. ഇത് നമുക്ക് കൊണ്ട് അകത്ത് വെക്കണ അല്ലേ പുറത്ത് വെക്കണ? അകത്ത് വെക്കാതെ ഇത് അത് ആരും അറിഞ്ഞായിരുന്നു. എണ്ണത്തിലടാ അവന്മാര് കണ്ണ് എന്ത് ചെയ്യാൻ? ആർക്കും ഉത്തരവാദിത്തം ഇപ്പൊ ഇങ്ങനെ ആരും കട്ടിട്ട് പോയെങ്കിലാ നമ്മൾ നോക്കണല്ലേ? ഞാനിപ്പോ സസ്പെൻസിന്റെ വക്കിലാണ് നിൽക്കണേട്ടാ. പിന്നെ ഇവര് എണ്ണന്റെ ഇടയ്ക്കുണ്ടല്ലോ. അല്ലെ 2-3 ദിവസം ഇതെന്റെ കയ്യിലിരിക്കുകയല്ലേ. ഞാൻ മരിച്ചു പോയെങ്കിലാ? പിന്നെ ആരെങ്കിലും തല്ലിക്കൊന്നെങ്കിലാ? ഞാനൊരു കാര്യം പറയാടാ. ഇത് ആരെങ്കിലൊക്കെ അന്വേഷിക്കട്ടെ. ഇത് അതുവരെ നമ്മുടെ വെച്ചേക്കാം. ഇത് അന്വേഷിക്കണല്ലോ. അങ്ങനെ ഇത് ഞാൻ മാനായിട്ട് തന്ന് അല്ലെ വേണ്ട. മറ്റേ ലോക്കറിലൊക്കെ വേറെ ലോക്കറുണ്ട് ഇവിടെ. അതിന്റെ തൊക്ക എന്റെ എത്ര ഗണ്ണളി ഇരിക്കണേ. എന്റെ കയ്യില് ഫുള്ള് ഗണ്ണളിയാ. ഇനി എന്തിനും 1 2 3 4 5 6 7 8 9 10 12 തോക്കുണ്ട് എന്റെ ഇനി. ഇത് കൂടാണ്ട് നിന്റെ നീ അതെല്ലാം എടുത്ത് കൊണ്ടുവന്നേ. ചന്ദ്ര എസ് ആർക്ക് ഇതിനകത്ത് വലിയ പങ്കുണ്ടേ? ആണോ? ഓ പിന്നെ വലിയ പങ്കുന്ന വലിയ ഡിസ്ട്രാക്ടിങ് ആയി ഞാൻ. ആടാ പിന്നല്ല ലോറി വന്നില്ലേ? ലോറി വന്നു ഡിസ്ട്രാക്ടിങ്. ഇല്ല ഇപ്പൊ വേണ്ട. ഇപ്പൊ നമുക്ക് ഗണ്ണിന്റെ കുറച്ച് ഇരിക്കട്ടെ. ഗണ്ണൊക്കെ നിറയട്ടെ. ലോക്കറൊക്കെ നിറഞ്ഞിട്ട് ലോക്കറൊക്കെ നിറഞ്ഞിട്ട് അടുത്തൊരു കൺസ്യൂമറിൽ നമുക്ക് നൈസായിട്ട് അമർത്താം. നല്ലത്.
ആ നോക്കണ്ടേ അത് നമുക്ക് ആക്സസ് ഇല്ല നോണ്ടാ. ആ, അത് എനിക്ക് മാസം മാത്രമേ ആക്സസ് ഉള്ളൂ. കിട്ടാൻ ടീഷർട്ടൊക്കെ ആണല്ലോ അളിയായിട്ട് എങ്ങനെ അല്ലെ ഇത് ഇതിനൊരു പേര് നീ കണ്ണല്ല വിറ്റ എനിക്ക് ബോധം വേണ്ട, ഞാനേ മറന്നുപോയി ഈ ഗണ്ണിന്റെ കാര്യം. ഞാനിപ്പൊ നോക്കിയപ്പോഴാണ് കാണണേ. ഞാനേ 3 നില കെട്ടിട മേളിന്നാ വീണേ, മനസ്സിലായില്ലേ? ഓ എനിക്ക് ഓർമ്മയുണ്ട്, നീ ചത്ത് പിഴച്ച് കിടന്ന അവിടെ. ഇനി അതെല്ലാം ഡ്രോപ്പ് കറക്റ്റ് ഇത് എണ്ണി ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. എന്നെ കളറാക്കില്ല. 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 കണ്ണ്. അല്ലെ എന്റെ പഴയ കണ്ണ് വെച്ചിട്ട് പുതിയ കണ്ണെടുക്കണേ. 23 കണ്ണ് ഇതാരാ എടുത്ത് വെച്ചിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവന്മാരടാ. ഇതൊക്കെ കള്ളന്മാരാണെങ്കിലാ തരുമോ തിരിച്ച്? എനിക്ക് ഓർമ്മയില്ലാത്തോണ്ട് അളിനോട് പറയാൻ പറ്റി. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അളിനോട് പറയൂ ഇത്. ഞാനൊരു കാര്യം പറയാം. അവനാണ് എന്നെ പ്രലോഭിപ്പിച്ചത്. നീയേ ഈ 1 2 3 4 5 ഇത്ര അടുത്ത് കയ്യിൽ വെച്ച് അത്ര അടുത്ത് കയ്യിൽ വെച്ചേ. പഴയ കണ്ണ് ഞാൻ വെക്കാം. നമുക്ക് അല്ലെങ്കിൽ അടുത്ത മീറ്റിംഗിൽ ഒരു കളി കളിക്കാം. എടാ അടുത്ത മീറ്റിംഗിൽ നമുക്ക് പറയാം, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വണ്ടി ഞാൻ ആ സേഫ് ആയിട്ട് അവരെ കൊണ്ട് എത്തിച്ച് ആരാ കൊണ്ട് ഗൺസൊക്കെ എടുത്ത് ആത്ത് വെച്ച് ചോദിക്കാം. എത്ര ഗൺസ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറയാം, പുറത്തെ വണ്ടിയിൽ നിന്ന് നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടി, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നീയൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടേക്കും, എന്നിട്ട് ആർക്കെങ്കിലും അറിയാവോ ഈ ഗൺസൊക്കെ ഇങ്ങനെ പോണത് എങ്ങനെയാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കൊടുക്കാം ഞാൻ കണക്കിന്, എന്നിട്ട് കണ്ണു കൊടുക്കാം. ഗണ്ണെടുത്ത് വെച്ചത് ആരൊക്കെയാ? കണ്ണെടുത്ത് വെച്ച കോച്ചുണ്ടായിരുന്നെ കോച്ചിലിട്ട് കൊടുക്കാം. കോച്ചുണ്ടായിരുന്ന എനിക്ക് അറിഞ്ഞൂടാ, ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ, എനിക്ക് ജൂഡൊക്കെ ഉണ്ടായിരുന്നോണ്. അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം, ചോദിച്ചിട്ട് കൊടുക്കാം. നല്ല വാസോണ്ട് ഒരു നല്ല ഇംപ്രഷനും കിട്ടും. ഏത് പിന്നല്ല ഇംപ്രഷൻ കിട്ടുമെന്നാ ലീഡർ ആക്കൂല. ലീഡറാ വാസോണ്ട് ഗോഡ് ഫാദർ ആക്കാം. അപ്പൊ എന്താ പറയണ അണ്ണൂനെ അണ്ണു കൊറേ നാളായില്ല. അണ്ണു കല്ലറ കയറാൻ സമയായി. ഇല്ല ഇത്ര ഷോയൊക്കെ മതി, ഇത്ര ഷോയൊക്കെ മതി. കൊറേ ആയത്. ആ അതന്നെ, അത് മറ്റേ മമ്മു മനസ്സിലെ മമ്മു അടക്കിയില്ലേ ആളെ അപ്പൊ തന്നെ. അവരൊന്നും എടുത്തിട്ട് പോയതുകൊണ്ടാ. അവരൊന്നും എടുത്തോണ്ട് ജന എടുത്തോണ്ട് കണ്ണ് ഇപ്പൊ വെക്കില്ല. ഇപ്പൊ നമുക്കിത് ഇതിന്റെ അകത്തന്നെ വെക്കാം, എന്നിട്ട് പിന്നെ വെക്കാം. ഇല്ല വണ്ടി ഒന്നും വെക്കില്ല. ഇന്ന് ഇത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് വിളിക്കാം. ഇന്ന് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് വെക്കാം. ഇത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് വെക്കാം, എന്നിട്ട് എല്ലായിടത്തും വരാൻ പറയാം. ചോദിക്കാം. എടാ അളിയ പുതിയ പയ്യൻ, അവനെ റാഗി. ഹലോ ഡേ ഇല്ലേ മുട്ട പേരെന്തിര് റിയോ. നീ സിറ്റിയിൽ പുതിയല്ലാടാ? നീ കൈലത്താറുണ്ട് നിന്റെ അല്ലേ? കൈലത്താറുണ്ട് എന്റെ അല്ലേ? ഇതെന്തിരി അട്ടയാ? എടാ സ്പേസ് എം റിഫ്രഷ് എന്തെങ്കിലും ചെയ്. സർപ്പോ? ഞാൻ പറഞ്ഞുതരാം. എടാ കിടന്ന് എങ്ങനെ എണീക്കണേ? ലീഗ
അത് കൺട്രോൾ F8. ലെഫ്റ്റ് കൺട്രോൾ ലെഫ്റ്റ് കൺട്രോൾ എന്നിട്ട് ലെഫ്റ്റ് കൺട്രോൾ ഇതല്ലേ ആൾട്ട് ആൾട്ട് വി കണ്ട അങ്ങനെ പറ. ഓളെ മച്ചാനെ ഇതൊരു ബഗ്ഗാ ഞാൻ പറഞ്ഞുതരാം അത് ശരിയാക്കാം വെയിറ്റ് F8 അടിച്ച് F8 F8 അടിച്ചിട്ട് മുകളിൽ ഓവർലേസ് ലോഞ്ച് അങ്ങനെ അത് കണ്ടാ അതില് SP എടുത്താ SP എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടോടാ അതില് സ്റ്റോറി മോഡ് ഞെക്കിയേ അത് സെലക്ട് ചെയ്യ് അപ്പോ ഇപ്പുറത്ത് റാഗ് ചെയ്തപ്പോ എന്തൊരു ആശ്വാസം അളിയാ അവൻ ഒരു ബോൾഡ് മാൻ ആയിട്ട് സിറ്റിയിൽ വളരട്ടെ ഒരു ബോൾഡ് മാൻ ആയിട്ട് ഹലോ പരിപാടി എന്തോ ഇല്ലോനെ പരിപാടി ഒന്നും ഇല്ലെങ്കിൽ നിൽക്കുന്നത് എന്താ പരിപാടി നിങ്ങളൊക്കെ എവിടെ ഞാനിവിടെ ഇങ്ങനെ ഞാനും നീകനും ആത്മയും കൂടി ഇവിടെ കറങ്ങി ഇപ്പുണ്ട് നമ്മളെന്തായാലും സീനുണ്ടെങ്കിൽ വിളിക്കാം വെച്ചാരാ നേരെ പോയാ സമീറേ ഹലോ ചന്ദ്രനാണ് സമീറ ലുക്കൊക്കെ മാറിയല്ല ഗേൾഫ്രണ്ട് ഒക്കെ ആയിട്ട് കുഞ്ഞൊക്കെ ആയാ ഇതാരാ ഇത് താരല്ലേ നീ വെറുതെ കുടുംബം കലക്കല്ലേ ചന്ദ്ര. ഹലോ മോനെ ചന്ദ്ര എന്താ വെടിച്ചോല്ലവനെ എന്താ പ്രശ്നം? ഓടല്ലേ സംഭവം എന്താ? ഇവനെ ഒരു 75 കോടി എനിക്ക് തരാനുള്ളവനാ അവൻ കാണിച്ച എസ്കേപ്പ് ആർപി ഉണ്ടായിരുന്ന ഇപ്പം കണ്ട ഇവനെ പോലത്തെമാരാണ് ഈ സിറ്റിയുടെ ശാപം. ആർക്കും ആരെ വിശ്വസിച്ച് ഷമീറ ഒരു കാശ് കൊടുക്കില്ല, പ്രത്യേകിച്ച് ഈ നായിന്റെ മോനായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചേക്കണം. ഈ നാരദൻ അറിയാവോ? കൊടുക്കാറില്ല. ഇല്ല എനിക്കറിയില്ല, ഞാൻ ആർക്കും പൈസ കൊടുക്കില്ല. എന്താ ചോദിച്ചത്? എന്താ അല്ല ഗേൾഫ്രണ്ട് ഒക്കെ ആയിട്ട് കുറെ നാളല്ലേ? ഗേൾഫ്രണ്ട് ആയി കുട്ടിയാകാനോള് സമ്മതിക്കണ്ട, കല്യാണം കഴിയണം പോലും. ഏർപ്പാടാന്ന് നമ്മളെ കുടുംബത്തിലൊന്നും അങ്ങനെയല്ല. പിന്നെങ്ങനെ? അങ്ങനെയല്ല, കുടുംബത്തിൽ പറഞ്ഞവർ അങ്ങനെയല്ലല്ലോ. നമ്മുടെ കുടുംബത്തിലൊക്കെ ആദ്യം കുട്ടിയാവും, എന്നിട്ട് നാട്ടുകാർ പിടിച്ച് കെട്ടിക്കും. അത് നിന്റെ ഏത് കുടുംബം? ഇല്ലിക്കൽ തറവാടാണോ? ഇവനേതോ കണ്ണൂർ കിങ് ആണോ? കണ്ണൂർ കിങ് ആണ്. ഇതാരാണ് കണ്ണൂർ കിങ്? ഗമ്മ സൈഡിലുള്ള കണ്ണൂർ കിങ് ഇവിടെ സംസാരിക്കുന്നേ, ഈ കാരണത്ത് സംസാരിക്കുന്ന ആള്. കാരണത്ത് ആള് സംസാരിക്കുന്നത്. ബ്രോ നിങ്ങൾ ഫാമിലി ആണോ? അതെ അതെ നമ്മള് ഫാമിലിയാ. അപ്പോ AR സെയിലുണ്ടോ? വേണോ? ഇല്ല വേണ്ട. സിറ്റിസൺ ആണോ നിങ്ങൾ? സിറ്റിസൺ ആണോ? ഓ നമ്മ സിറ്റിസണാ. ഷമീറിനെ അറിയുന്നുള്ള ആരിലാണോ ഇത്? എനിക്ക് ചന്ദ്ര നമുക്ക് ഇങ്ങോട്ട് നിന്റെ എന്താ ഗേൾ ഫ്രണ്ട് അല്ലായിട്ട് എന്താ സംഭവം? വിഷയം എന്താ? ഇല്ല ഷമീർ, ഒരു വിഷയമില്ല. നമ്മൾ തമ്മിൽ ഭയങ്കര പ്രേമത്തില. ഞങ്ങള് ഇപ്പോഴൊന്നും കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ കുറച്ചുകൂടി ഒക്കെ ആയിട്ടെ. എന്നെ പോലെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഇല്ല എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ല ഷമീറെ. ഇപ്പൊ താരെന്താ പറയുന്നേ? താര ഇതിന്റെ ഇടക്ക് എന്നെ പൊക്കി, മിനിയാന്ന് പൊക്കി എന്നെ. അതായത് ഞാൻ ഒരു 4 പെമ്പിള്ളറുമായിട്ട്, നിങ്ങൾക്കറിയാലോ നമ്മള് എന്താ പറയാ, ഞാൻ ഒരു അവർക്ക് സന്തോഷത്തിന് വേണ്ടി, പെൺകുട്ടികൾക്ക് സന്തോഷത്തിന് വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവരുടെ ബീച്ചിലും പാർക്കിലൊക്കെ, ഇവളില്ലാത്ത സമയത്ത് ബീച്ചിലും പാർക്കിലൊക്കെ അതെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവരൊക്കെ കൊണ്ടുപോയി പാർക്കിലും ബീച്ചിലും കറങ്ങി. അത് ഇവള് പൊക്കി. സ്വാഭാവികം. ഇവള് പൊക്കിയിട്ട് ഇവള് പറഞ്ഞു ബ്രേക്കപ്പ് പോകണം, മറ്റേത് പോകണം. ഞാൻ പറഞ്ഞു
ഇത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്റെ ബിസിനസ് പരമായ കാര്യങ്ങൾ വളരാൻ വേണ്ടിട്ട് പിന്നെ പെൺകുട്ടികളുടെ ഒരു സൈക്കോളജിക്കൽ അവരുടെ ജീവിത രീതി മനസ്സിലാക്കാനും വേണ്ടിട്ടാണ് പറഞ്ഞത്. അതെ 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 നമ്മൾ അവരുടെ ജീവിതം പഠിച്ചാലേ നമുക്ക് അവരെടുത്ത് അതായത് നമ്മുടെ ഗേൾഫ്രണ്ട് എടുത്ത് നമുക്ക് കുറച്ചുകൂടി ഇടപഴകാൻ പറ്റത്തുള്ളൂ അല്ലേ? അതെ അതെ ഇത് പക്ഷെ ഇത് പറഞ്ഞിട്ട് മനസ്സിലാകണ്ടേ. നീ എങ്ങനെ നിന്റെ ഇത് ഞാനിങ്ങനെ ഇടപഴകിയാണ് ഞാൻ എന്റെ ഗേൾഫ്രണ്ട് എടുത്ത് ഇടപഴകാൻ പഠിച്ചത്. നമുക്ക് രണ്ടാക്കും ഒരുമിച്ച് ഇതില് ഒന്ന് ഇറങ്ങണം കേട്ടാ. ഈ പെണ്ണുപിടി അല്ല സോറി ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റിൽ. ഹലോ ചന്ദ്രോ, സോഷ്യൽ കമ്മിറ്റ്മെന്റിൽ നമുക്ക് ഒരുമിച്ച് ഇറങ്ങണം. ഞാനിങ്ങനെ വലയിടുന്നുണ്ട്. ഞാനും ഇടുന്നുണ്ട്. ചിലത് കൊത്തും ചിലത് കൊത്തൂല. ചിലത് അതാണ് ഇപ്പൊ എനിക്കൊരു മോൻ എന്ന് പറഞ്ഞ ഒരുത്തന്നെ ദത്തെടുത്തായിരുന്നു, ഒരു നായിന്റെ മോനെ. ഇവനാണെങ്കിൽ ഏതോ തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി കയറി ഏതോ കൊലവണ്ടി തൂങ്ങി വന്നതാ. വന്നിട്ട് നേരെ എന്റെ സൂര്യ ബോസ് ഇവിടെ ഓ എന്റെ തലയിലായതാ. അപ്പൊ ഇവനാണെങ്കിലുണ്ടല്ലോ എല്ലായിടത്തും പോയിട്ട് പേര് അങ്ങനെ പറഞ്ഞു നടക്കാൻ കുടുംബം കലക്കാൻ വേണ്ടി നോക്കി താരന്റെ അടുത്ത്. അഴുക്ക സ്വഭാവ ഇവന്റെ കൊലവണ്ടി തൂങ്ങി വന്നേന്ന്. എന്നിട്ട് എന്റെ ഉച്ചി തന്നെ വന്ന് വീണ്. ഈ യവന്മാരൊക്കെ കറക്റ്റ് ആയിട്ട് വന്ന് വീഴും. താനിപ്പൊ എങ്ങനെയൊക്കെ ഇപ്പൊ തട്ടിയും മുട്ടി കൊണ്ടു നടക്കണം. ഭയങ്കര ഇവ കഞ്ചാവ് വേട്ടല്ലേ കഴിഞ്ഞ ദിവസം പിന്നെ പോലീസ് പിടിച്ചേ ഉള്ളൂ. പിന്നല്ലാണ്ട് കഞ്ചാവ്, പെൺവാണിപ്പം, ഇങ്ങനെ കണ്ണിയാണവൻ. ഓക്കെ എന്നാ പെൺവാടി പെണ്ണുങ്ങൾക്ക് ഒന്ന് മുട്ടണം കേട്ടോ. ഞാൻ പറയുന്നത് നമുക്ക് ഇതിന്റെ ഒരു ഗ്രാജുവേഷൻ കോഴ്സ് എടുക്കണം. പെണ്ണുപിടി ഇത് അങ്ങനെയല്ല, സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഒരു കോഴ്സ് നമ്മൾ ചെയ്യണം ശരിക്കും. ഉസ്മാനും ഇസ്മായിലും ഒരു കോഴ്സിന് പോകുന്നുണ്ട്. ഇവർ ഇസ്മായിലും ഉസ്മാനെ ഞാൻ കഴിഞ്ഞ ദിവസം വാസവനായിട്ട് കണ്ടായിരുന്നു. അതെ അതെ അവർ കുണ്ടരടി കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അവർ അതിൽ ബിരുദെടുത്തോണ്ട്. എവിടെയാണ് ജോയിൻ ചെയ്തത്? എവിടെയെന്നെന്തോ എലി എന്ന് പറഞ്ഞ അങ്ങനെ എന്തോ. എലിയാ? അല്ല അങ്ങനെ എലിയും ഉണ്ടായിരുന്നാടാ. ഓ എലി ഉണ്ടായിരുന്നു. അങ്ങനെ ബാബു ഉണ്ടായിരുന്നു. നമ്മള് ഇന്നലെ മീറ്റ് ചെയ്തു. ബാബുവാ? ബാബു വന്നായിരുന്നു ഇന്നലെയാ? ഇന്നലെ വന്നായിരുന്നു. ഓ ഇന്നലെ വന്നായിരുന്നു. ഞാൻ ഇന്നലെ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ എന്നെ ഭയങ്കര പേടിയാവൻ. ഞാൻ ഉള്ള ദിവസം വരത്തില്ല. ഞാൻ ഇന്നലെ ഇല്ലാത്തോണ്ട സിറ്റി കയറി. പിന്നെ എന്നെ ഭയങ്കര പേടിയാ. എലിയായിട്ട് എങ്ങനെയാണ് ഈ വാസുണ്ണന്റെ പരിപാടികള്? എലിയായിട്ട് നല്ല സുഖത്തിലല്ല. ഷഡ്ഡി കേസ് ഒന്നല്ല ഇത്. എലിയായിട്ട് അത്ര സുഖത്തിലല്ല ഇവര് ശരിക്കും. അല്ല നിന്റെ ഭാര്യ പറഞ്ഞു നീ ഭാര്യയല്ല ഗേൾഫ്രണ്ട് ആണ്. ഗേൾഫ്രണ്ട് ഇട്ടിട്ട് പറഞ്ഞ് ഓള് നീ ഒരു ഷഡ്ഡിയെ ഇടും, വാറിന് പോകുമ്പോ ഷഡ്ഡി ഇടൂല, ഫ്രീ ആയിട്ട്. ഇല്ല അങ്ങനെയൊന്നുമില്ല. ഇത് എന്നെ പറ്റി ഇങ്ങനെ അപവാദം പറഞ്ഞു നടക്കലാണ് എന്റെ ഗേൾഫ്രണ്ടിന്റെയും മോന്റെയും പരിപാടി. അവർക്ക് എങ്ങനെയെങ്കിലും എന്റെ സിറ്റിയിൽ എന്റെ ഇമേജിനെ തകർത്ത് ബാക്കിയുള്ള പെമ്പിള്ളേര് എന്റെ നമ്മുടെ അടുത്ത് വരാൻ പാടില്ല. അതെ ഇത് സംസാരിക്കുമ്പോ ഒരു 5-6 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവർ അയ്യേന്ന് പറഞ്ഞു. ചന്ദ്രനെ ഞാൻ നോക്കാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഒറ്റ ഷഡ്ഡി ഇടുന്നവരെ നമുക്ക് വേണ്ട, അത് സ്മെല് ചെയ്യുന്ന അവർ പോയി. ഞാൻ കാര്യം പറയട്ടെ, ഇതാണ് എന്നെ ഇങ്ങനെ തകർക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇതാക്കാൻ ഇങ്ങനെ നടക്കുക. എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് ശരിയാക്കണം. ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു എന്താ പറയാ ഇതിന്റെ ഒരു കോഴ്സ് ഇറക്കണം എന്നാണ് എന്റെ ഒരു തീരുമാനം. ഇങ്ങനത്തെ ഒരു സംഭവം. അതായത് സിറ്റിയില് കൊറേ ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നുണ്ട് ഒരു വിഷമിച്ചിട്ട്. അവരെല്ലാം നമുക്കൊരു നേർവഴിയിലേക്ക്. എടാ നമ്പർ മിസ്സായി പോയി, ഒന്ന് ഷെയർ ചെയ്യോ? നമ്പറിന്റെ ഉണ്ടെന്നാ എന്റെ വിശ്വാസം. നോക്കട്ടെ. നീ നിന്റെ ഒന്ന് ഷെയർ ചെയ്താൽ മതി. ഇതേതാ കൊരങ്ങൻ ബാക്കിൽ? ഹലോ തമ്മിലപ്പൊ നടക്കട്ടെ. എനിക്ക് ചെറിയൊരു ഓപ്ഷന്റെ കുറച്ച് പരിപാടിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ പോയിട്ട് ഞാൻ നടക്കട്ടെ. കൊരങ്ങനെ ഇവനോട് എന്നെ കൊണ്ടുപോകട്ടെ. സത്യമായിട്ട് ഉള്ളാടെ എന്നെ കൊണ്ടുപോകും, അവനെയും കൊണ്ടുപോകും. പെണ്ണ് പിടി എന്നൊക്കെ ഒന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു അവിടെ നിന്ന്. എന്റെ ചെറിയ മെന്റലാണ് കേട്ടാ. എടാ ആ നാരദുണ്ടല്ലോ കഴിവറ മോൻ, എനിക്ക് ഓപ്ഷൻ വരണം. അവൻ കാശ് അവനെ കുത്തിന് പിടിച്ച് കൊന്നിട്ടല്ലേ എടുക്കും. അവൻ എപ്പോഴും അടിച്ചു പോയി. ഞാൻ ടിക്കറ്റ് വലിക്കേ. നാരദ കാണുന്നുണ്ടെങ്കിൽ പന്ന നായിന്റെ മോനെ ഞാൻ ടിക്കറ്റ് വലിക്കും പറഞ്ഞ് ഞാൻ ടിക്കറ്റ് വലിക്കും. മര്യാദയ്ക്ക് സിറ്റി കയറിക്കോ, അല്ലെങ്കിൽ സ്വഭാവം മാറും എന്റെ. അല്ലെങ്കിൽ ഒരു 5 മെമ്പർഷിപ്പ് ചെയ്യ് പെട്ടെന്ന്. ഏതെങ്കിലും ഒന്ന് ഇപ്പൊ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും.